RSP കോൺഗ്രസ് ബന്ധത്തെ ഉലയ്ക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇക്കാര്യം. കാരണം RSP മത്സരിക്കുന്ന കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ സഹായത്തോടെയാണ് RSP ജയിക്കുന്നത്. അതേസമയം ചവറ, കൊല്ലം പോലുള്ള മണ്ഡലങ്ങളിലെ തീരദേശ മേഖലയിൽ RSPക്ക് വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ച് വോട്ട് മറിച്ച് CPM-നെ വിജയിപ്പിക്കുക എന്നൊരു തന്ത്രമാണ് ഇവിടെ നടന്നത്. പക്ഷേ അത് നേരത്തെ തിരിച്ചറിഞ്ഞ് തടയാൻ പറ്റിയെന്നാണ് കോൺഗ്രസുകാരുടെ ആത്മവിശ്വാസം. ലിജോ റോളൻസ്, ഈ തൊട്ട് തലേ ദിവസമാണല്ലോ കൂടിക്കാഴ്ച നടന്നത്, വോട്ടെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം. അപ്പോൾ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അങ്ങനെ ഡീല് നടന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തടഞ്ഞു എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്. ഈ ചർച്ച നടന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമല്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 9-ാം തീയതിയാണ്. ഈ ചർച്ച നടക്കുന്നത് ഏപ്രിൽ 6-ാം തീയതിയാണ്. അതായത് കൊട്ടിക്കലാശത്തിന്റെ തൊട്ട് തലേ ദിവസം ഏകദേശം 8 മണിക്ക് ശേഷം, അതായത് 8:30-ക്ക് ശേഷമാണ് ഈ ചർച്ച നടക്കുന്നത്. 50 മിനിറ്റോളം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ആദ്യം ചില RSP, അതായത് ഒരു CPM-ന്റെ നേതാവ് അവിടെ ഇരിപ്പുണ്ട്. RSP-യുടെ ചില നേതാക്കൾ അവിടെ വശത്തു വന്നിരിക്കുന്നുണ്ട്. അതിനുശേഷം അതായത് ഒരു 10-15 മിനിറ്റിന് ശേഷമാണ് അവർ ആ ചർച്ചകളിലേക്ക് കൃത്യമായി കടക്കുകയും കൊല്ലം CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ബേസിലാൽ അവിടെ എഴുന്നേറ്റ് നിന്ന് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ആ ദൃശ്യങ്ങൾ തന്നെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള RSP ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സതു പള്ളിത്തോട്ടം ഉൾപ്പെടെയുള്ളവർ അവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 7 പേരാണ് RSP-യുടെ ഭാഗത്ത് നിന്നും, 3 പേരാണ് CPM-ന്റെ ഭാഗത്തു നിന്നും അവിടേക്ക് എത്തിയത്. അപ്പോൾ എങ്ങനെ തടയാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സതുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം അതായത് വാക്കാൽ പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ RSP നേതൃത്വം അത് നിരീക്ഷിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം കൂടെ ഉണ്ടായപ്പോൾ ദൃശ്യങ്ങളും കൂടെ ശേഖരിച്ചുകൊണ്ടാണ് അത് നേതൃത്വത്തെ ആദ്യം കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത്. പക്ഷെ അതിനുശേഷം നടക്കുന്ന RSP ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പരാതി ഉന്നയിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലും വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുക അത്തരത്തിൽ പോയി. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ ദൃശ്യങ്ങൾ പുറത്തുവിടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും വ്യക്തിപരമായ ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് ആ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. ഈ സതുവിന് അന്ന് തന്നെ ചുമതലകളിൽ മാറ്റി പകരം ടാഗോർ എന്ന് പറയുന്ന ഒരാളിനാണ് ആ ഭാഗത്ത്, അതായത് പള്ളിത്തോട്ടം CPM-ന്റെ RSP-യുടെ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായി വരുന്ന ബൂത്തുകളിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകുകയും ചെയ്തത്. അത്തരത്തിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. MP ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം അറിയുകയും വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഈ വിഷയത്തിൽ സതു പള്ളിത്തോട്ടത്തിനെതിരെ MP ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. RSP-യിൽ തന്നെ ഈ വിഷയം വന്നതോടുകൂടെ അവിടെയും ഒരു ചേരിതിരിവ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നേതാക്കളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. RSP കോൺഗ്രസ് ബന്ധം ഉലയ്ക്കുന്ന ചില നിർണായക വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇനി ഇതിന്റെ തുടർ വാർത്തകൾ എന്താകുമെന്നാണ് ഇനി വരും മണിക്കൂറിൽ കാത്തിരിക്കേണ്ടത്.